വായല്ലേ പോലിയല്ലേ പോലിയല്ലേ പോലിയേ വായല്ലേ പോലിയല്ലേ പോലിയല്ലേ പോലിയോ
മൂർക്കാട് ഗ്രാമപഞ്ചായത്ത് നിവാസികളെ, പ്രിയപ്പെട്ട കർഷകരെ, നമ്മൾ ഇന്ന് ചിങ്ങം 1 ഭാഗമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കർഷകരുടെ ഒരു ആഘോഷമായിക്കൊണ്ട് എല്ലാവിധ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ളൊരു വലിയ പരിപാടിയാണ് ഇന്ന് മൂർക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ കൊണ്ടാടുന്നത്. എന്നെ സംബന്ധിച്ച് കർഷക ദിനം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടാടാൻ സാധിക്കുന്ന, ജനകീയമായി നടത്താൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള കഴിഞ്ഞ 2 വർഷത്തെ ഒരു തിരിച്ചറിവാണത്. പഞ്ചായത്തിൻ്റെ നിർബോധ ഉദ്യോഗസ്ഥരിൽ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട ഒരു പദവിയും ഒരു ഓഫീസുമാണ് കൃഷി ഓഫീസറും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ ആ സമൂഹത്തിൽ വളരെയധികം കാണാൻ വേണ്ടി സാധിക്കും. മറ്റ് വകുപ്പുകളെ പോലെ ഉള്ളതല്ല. അതിന് പുറമെ ജനകീയമായിക്കൊണ്ട് കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ളതും, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളോട് കൂടെ ഒരു പരിപാടിക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി തിരിക്കുമെന്നുള്ളതാണ് ഒരു കൃഷി ഓഫീസറെ സംബന്ധിച്ച് ഒരു പഞ്ചായത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ധൈര്യം. നമ്മളെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അനുകൂലമായ കാലാവസ്ഥയാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്ക് വളരെ അധികം ഒരു ടെൻഷനായിരുന്നു. നമ്മുടെ കർഷക ദിനം ഇന്ന് രാവിലെ മഴയായിരുന്നു. കർഷക ദിനം എങ്ങനെയായിരിക്കും, മഴ കൊണ്ടുപോകുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട്, മഴ പോലും മാറി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കർഷക ദിനം ആഘോഷിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് അറിയാം, സംസ്ഥാനത്തുടനീളം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം കർഷക ദിനം ആചരിക്കുകയാണ്. കർഷക ദിനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പുതിയ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലുള്ള കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. അപ്പോൾ കൃഷിക്ക് അനുസരിച്ച് നമ്മുടെ പുതിയ കർഷകരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഇന്ന് കർഷക ദിനത്തിൽ ആദരിക്കപ്പെടുന്ന കർഷകരോടൊപ്പം തന്നെ ഇനി പുതിയ കൃഷിയിലേക്ക് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഈ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസാന പരിപാടികളിൽ ഒന്നാണ് ഈ കർഷക ദിന പരിപാടികൾ. അത് വളരെ ഗംഭീരമാക്കാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഇനിയും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ മഞ്ഞളാംകുഴി അലി അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വികരിയായ മൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി ശശികുമാർ, നമുക്ക് സ്വാഗതം ആശംസിച്ച കൃഷി ഓഫീസർ സന്ധ്യ മാർക്കട്ടി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയരായ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ മെമ്പർമാർ. വാസ്തവത്തിൽ നിങ്ങൾ ഈ കൃഷിക്കാരെ, പ്രായമായ കർഷകരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ വലിയൊരു വിഭാഗത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളാണ് ഈ നാടിനെ പട്ടിണിക്കിടാതെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ഒരു സംശയമില്ല, ഞങ്ങളൊക്കെ പട്ടിണി തന്നെയാണ്. രാവിലെ 6 മണിക്ക് നിങ്ങൾ തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ടോ അല്ലെങ്കിൽ മടാളോ അല്ലെങ്കിൽ മറ്റുള്ള കൃഷി ആയുധമൊക്കെ എടുത്തിട്ട് നിങ്ങൾ തോളിൽ വെച്ചിട്ട് നിങ്ങൾ പാടത്തേക്ക് ഇറങ്ങി ഉച്ചക്കൊന്ന് കഞ്ഞി ഒന്ന് കുടിക്കും, അല്ലെങ്കിൽ മുന്നേന്ന് കഞ്ഞിയോടെ കൂട്ടിക്കൊണ്ട് കൊണ്ടു തരും. വൈകുന്നേരം കണ്ട് മടങ്ങിയെത്തുമ്പോഴേക്കും നിങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും, വളരെ വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷെ പിറ്റേന്ന് രാവിലെ എണീറ്റ് വീട്ടിൽ പോകും. കാരണം എന്താ? ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞൊരു ജോലിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ നമുക്ക് വേറൊന്നും അറിയില്ല. ചെറിയ കുട്ടികളൊക്കെ ചോദിച്ചു നോക്കി, മുളക് ഏത് മരത്തുമ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മാവൊക്കെ കാണിച്ചാൽ ഇവിടെ മുളക് ഉണ്ടാവില്ല. കാരണം അവർ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ഭൂമിയോടുള്ള ഒരു ബന്ധമില്ല. അത് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ കൂടി ഇതേപോലുള്ള പരിപാടികൾ ആരംഭിച്ചത്. നമ്മുടെ നാട്ടില് കർഷകർ ആദരിക്കുന്നത് നമ്മുടെ ചിങ്ങോദനം. കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സബ്സിഡി ആയിട്ട് വളം നൽകുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം നമ്മുടെ കേരളത്തിലെ നെൽകൃഷി മെയിനാണ്. നമ്മൾ നെൽകൃഷി എന്നാണ് നമ്മൾ പറയാം. നെൽകൃഷി നോക്കുകയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ ഇരട്ടിയായി. ഒരു 15 കൊല്ലം മുമ്പുണ്ടായതിനേക്കാൾ ഇരട്ടിയായിട്ട് നെൽകൃഷി മാറിയിട്ടുണ്ട്. കാരണം എന്താ? കുറേയധികം സൗകര്യങ്ങൾ ഉണ്ടാക്കി. വെള്ളം കൊടുക്കുന്നുണ്ട്, ഇറിഗേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, വളം കുറേ കൊടുക്കുന്നുണ്ട്. ഒരു 10-25 കൊല്ലത്തിന്റെ കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് 25 കൊല്ലത്തിനെക്കാളും നമ്മൾ ഇപ്പോൾ കൂടുതലായി എന്നതാണ് പരമാവധി. അത് കുറേയാണ് ഭൂമി കൂടിയത്, ഇരട്ടി ഭൂമി കൂടിയത്. എല്ലാം ഭൂമിയിൽ നല്ല രീതിയിൽ നമുക്ക് വളം കിട്ടുന്നുണ്ട്. അപ്പോൾ കൃഷി അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുക, അല്ലാതെ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ ആ പ്രയാസം നേരിടുന്ന നിങ്ങളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാവരുടെയും ഇതാണ് നിർബന്ധമായിട്ടുള്ള അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇതേപോലുള്ള ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി നിർവഹിച്ചതിനെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭവിക്കുന്നു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം 1 എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ ദിവസം മാത്രമല്ല, വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്. കാളിയാർകുളം പാടശേഖര സമിതിയും കീഴ്മുറിയും സംയുക്തമായാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. സ്വാസംഘം വിളിച്ച സമയത്തും കൃഷിഭവനിൽ വിളിച്ച സമയത്തും മദ്രസയിൽ വിളിച്ച സമയത്തും ഈ പ്രദേശത്ത് തീരുമാനിക്കുമ്പോൾ അതിഗംഭീരമാവോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഈ യോഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. നല്ല പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു ഈ 2 യോഗങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു. ഞാൻ 15 വർഷക്കാലം നിങ്ങൾക്കറിയാം, മൂർക്കനാട് പഞ്ചായത്തിൽ ജനപ്രതിയായി ഒരുപാട് കർഷക ദിനങ്ങൾ ആഘോഷത്തിന് പങ്കാളിയായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്തവണത്തെ കർഷക ദിനം മൂർക്കനാട് ഏരിയയിലേക്ക്, അതായത് കാളിയാർകുളം പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷി ഉത്സവം തീരുമാനിച്ചത് വളരെ സന്തോഷമുണ്ട്. കാരണം കാർഷിക വൃത്തിയോട് ഒരുപാട് അടുത്തറിഞ്ഞ, ഒരുപാട് ഇഷ്ടമുള്ള, കൃഷിയെ നെഞ്ചിലെത്തുന്ന ഒരുപാട് വ്യക്തികളുടെ പ്രദേശമാണ് മൂർക്കനാട്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പിന്റെ ആഘോഷമാണ്. കൃഷിയെ മെച്ചപ്പെടുത്തുന്ന ഒട്ടനവധി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്തുകളും ഗവൺമെന്റുകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ശരിയായ രീതിയിൽ നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ പറ്റുന്ന ഒരു കൃഷി ഉത്സവമാണ് ഇവിടെ വന്നിട്ടുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി വെടിക്കെട്ട് മാത്രമാണ് കേട്ടോ. കാരണം പുറത്ത് വെച്ചിട്ടൊരു ചിങ്ങം 1 നടത്താം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ് മൂർക്കനാട്ടുകാരും കീഴ്മുറി പാടശേഖര സമിതിയും ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ഇത് അടുത്തുപോലെ നമുക്ക് വേറെ സമിതിക്ക് കൊടുക്കാം. നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരുന്ന കുട്ടി ആപാല മുതൽ ജനങ്ങൾ, കുഞ്ഞു കുട്ടി തൊട്ടിട്ട് ഇന്നിവിടെ എല്ലാവരും നല്ല ആസ്വദിച്ചു ഒന്നുമില്ല. ഞങ്ങളൊക്കെ ആ സമയം നമ്മൾ നല്ല മുണ്ടാണ്, നല്ല വസ്ത്രം ധരിച്ചൊന്നും നോക്കില്ല. എല്ലാവരും പാടത്തിറങ്ങി ചേറിൽ പെരഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ചിങ്ങം 1 നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ഈ കർഷക ദിനത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. നമ്മളത് തിരസ്കരിച്ചു പോകരുത്. ഇന്ന് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് പന്നിശല്യമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കൃഷിനഷ്ടങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അതിനുവേണ്ട മുൻകൈയെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാന അതിഥികളും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും കർഷകർ തന്നെയാണ്. ഇന്ന് നമുക്ക് കർഷക ദിനാചരണം സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന, എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകർ, അവരെ എങ്ങനെ ആദരിക്കണം, എങ്ങനെ ബഹുമാനിക്കണം, എന്ത് പറയണം എന്ന് പോലും നമുക്ക് അതിന് വാക്കുകൾ നമ്മുടെ മുമ്പിലില്ല. കാർഷിക രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് 2 വാക്ക് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഈ അടുത്ത കാലത്തായി വന്ന വളങ്ങളുടെ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് എടുത്തു വലിയ പ്രശ്നം. കാരണം എല്ലാ വളങ്ങളും ഒത്തന വില കൂടി. ഇതുവരെ കാർഷിക രംഗത്ത് വളങ്ങൾക്ക് സബ്സിഡി നൽകിയിരുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് നിർത്തലാക്കി. അതുപോലെ തന്നെ പുതിയ അന്താരാഷ്ട്ര നിലവാരത്തിൽ വന്ന ചില ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള ചില രാഷ്ട്രങ്ങളുടെ പെരുമാറ്റം
സ്വർണ്ണമീനായി നീതി കുടിക്കാം വഞ്ചിപ്പാട്ടിൻ്റെ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലെ വീണി കുഞ്ഞിളം കയ്യിൽ മേലെ കോരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അച്ചക്കിളി പോകും നേരം മണ്ണടി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ നമ്മുടെ കാർഷിക സംസ്കാരത്തെ വാനോളം ഉയർത്തി ജീവിത വിജയം നേടാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏതായാലും നമ്മൾ ആദരിക്കാൻ ഇവിടെ വന്നിട്ടുള്ള ആദരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കർഷകർക്കും അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു പരിപാടിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ പാടത്തൂടെ പോയിരുന്നത് അന്ന് കന്നു കൂട്ടുന്നത് ഞാറ് നടന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇന്ന് ആദ്യമായിട്ടാണ് പാടത്തിറങ്ങി ഈ പൂട്ടിൻ്റെ ഒപ്പം നിന്നിട്ടും അതുപോലെ ഞാറ് നടിയുന്നവർക്ക് എന്തായാലും സന്തോഷമായി. എല്ലാവരും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കാലഘട്ട കൃഷി ഓഫീസർ വൈബാക്കണം എന്ന് പറഞ്ഞപ്പോൾ വലിയ വൈബ് തന്നെ ആക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. കർഷക ദിനം വലിയ ആർഭാടമാക്കി അല്ലെങ്കിൽ നമുക്ക് വൈബാക്കി മാറ്റാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഈ കർഷക ദിനത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കർഷക ദിനത്തിന് ഇനിയും വരും വർഷങ്ങളിലും ഇതിനേക്കാൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ അടുത്ത വർഷം ഇതിലും കൂടുതൽ കർഷകർ നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൃഷിക്ക് നല്ല സൗഹാർദ്ദം ഉണ്ടാക്കാൻ കഴിയും, നല്ല സാമൂഹിക ബോധം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മണ്ണിനെയും പരിസ്ഥിതിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആർത്തത്തിൽ കൃഷിയുടെ പ്രധാനപ്പെട്ട അജണ്ടയാക്കിയെടുക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതുപോലെയുള്ള ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം സാധിക്കേണ്ടത്. ഇവിടെ മുതിർന്ന കർഷകർ ഉൾപ്പെടെ പറയേണ്ടത് സ്വന്തം വീട്ടിലെ കുട്ടികളാരും കർഷക രംഗത്തേക്ക് ഇറങ്ങുന്നില്ല. അത്തരം വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരം വേദനകളൊക്കെ യാഥാർത്ഥ്യങ്ങളോ അതിനൊക്കെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. പഴയ കർഷകരുണ്ട്, പുതുതലമുറയുണ്ട്. ചോര നീരാക്കി മണ്ണിനോട് മല്ലടിക്കുന്ന ആളുകളാണ്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ആശംസകൾ നേർന്നുകൊണ്ട് അവാർഡ് വാങ്ങുന്ന എല്ലാ കർഷകർക്കും എല്ലാവിധ ആശംസകളും വിജയങ്ങളും ആശംസിക്കുന്നു. കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്കതിന് വില കിട്ടണം. അത് മറ്റുള്ളവർ ഉണ്ടാക്കാതിരിക്കണം. എങ്കിലേ കർഷകരുടെ വില കിട്ടും, സാധനത്തിന് വില കിട്ടും.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി ശശികുമാറിന് നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിന് മുഖ്യാതിഥിയായിരുന്ന ശ്രീ ടി അബ്ദുൽ കരീം മംഗള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും കർഷകരെ ആദരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ മലയാളി അലി സാറിന് നന്ദി അറിയിക്കുന്നു.